ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ധ്യാന ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശനം എന്ന വാക്യം ഫിലോമോൻ 11 വാക്യമാണ്. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. അപ്പോസ്തലൻ പൗലോസിൻ്റെ എഫെസോസിലെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ട ഒരാളാണ് ഫിലോമോൻ. അദ്ദേഹം സമ്പന്നനായ കൊലോസ്യ സഭയിലെ ഒരു പ്രമുഖ അംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അടിമയായിരുന്നു ഒനോസിമോസിൻ്റെ ചരിത്ര പശ്ചാത്തലം പറയുന്നത് അവൻ്റെ യജമാനൻ്റെ വസ്തുക്കൾ എന്തൊക്കെയോ മോഷ്ടിക്കുകയും അതിലവൻ പിടിക്കപ്പെടുകയും അവൻ റോമൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ആ കാരാഗൃഹത്തിൽ വെച്ച് പൗലോസും കാരാഗൃഹത്തിലേക്ക് വരുന്നു. കാരാഗൃഹത്തിൽ വെച്ച് പൗലോസുമായി കണ്ടുമുട്ടുകയും പൗലോസ് ദൈവവചനം പറഞ്ഞ് അവനെ കർത്താവിലേക്ക് നേടുന്ന ഒരു ചരിത്രം നമുക്കവിടെ കാണുവാനിടയായി തരുന്നുണ്ട്. എൻ്റെ ഒന്നാമത്തെ ചിന്ത, ദൈവമക്കളെ, അപ്പോസ്തലൻ പൗലോസ് കാരാഗൃഹത്തിൽ പല പ്രാവശ്യം കിടന്നിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. എന്നാൽ താൻ പോയ കാരാഗൃഹങ്ങളിലെല്ലാം വലിയ ദൈവപ്രവൃത്തിയിൽ വെളിപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാനിടയായി തീരുന്നുണ്ട്. നമുക്കറിയാം, ഫിലിപ്പിയ കാരാഗൃഹത്തിലേക്ക് പൗലോസ് ചെന്നു. ആ ഫിലിപ്പിയ കാരാഗൃഹത്തിൽ പൗലോസും ശീലാസും അടികൊണ്ട് ബന്ധനത്തിലായിരിക്കുമ്പോഴാണ് അവിടെ അവർ അർദ്ധരാത്രിയിൽ പാട്ടുപാടുകയും തടവുകാർ ശ്രദ്ധിക്കുകയും വലിയ ദൈവപ്രവൃത്തിയോടെ വെളിപ്പെടുകയും കാരാഗൃഹ പ്രമാണിയും കുടുംബവും വിശ്വാസത്തിലേക്ക് വരുന്നത് പൗലോസ് ആ കാരാഗൃഹത്തിലേക്ക് ചെന്നു എന്നുള്ളത്. അതുപോലെ നമ്മൾ ഒനോസിമോസിനെ പഠിക്കുമ്പോഴും അതുതന്നെയാണ് കാണുന്നത്. റോമൻ കാരാഗൃഹത്തിലേക്ക് പൗലോസ് ഇറങ്ങിച്ചെന്നത് ഒരു ഒനോസിമോസിൻ്റെ വിടുതലിന് കാരണമായി തീർന്നു. അതുപോലെ തന്നെ തൻ്റെ കാരാഗൃഹവാസത്തിലാണ് കൈസരയിലെ അരമനയിലുള്ളവർ നിങ്ങളെ വന്ദനം ചൊല്ലുന്നു എന്ന് പറയുന്ന പദം. അപ്പോൾ നോക്കണം, അവിടെയും ആളുകൾ വിശ്വാസത്തിലേക്ക് വരുന്നതായിട്ട് കാണുവാനിടയായിരുന്നു. 2 തീമോഥെയോസ് 2:9 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവവചനത്തിനോ ബന്ധനമില്ല. പൗലോസിൻ്റെ കയ്യിലും കാലിലും ചങ്ങലയിട്ടു, പക്ഷേ ദൈവവചനത്തിന് ബന്ധനമില്ല എന്ന് തെളിയിക്കുന്ന വാക്കുകളാണ് ഈ പകൽക്കാലം ഞാൻ പറവാണ്ടായത്. പൗലോസ് കാരാഗൃഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അവിടെ ചില കാരാഗൃഹത്തിലുള്ളവർ വിശ്വാസത്തിലേക്ക് വരും. ചില കാരാഗൃഹ ലേഖനങ്ങൾ പൗലോസിന് എഴുതി ജനത്തിന് ആശ്വാസവും പ്രബോധനവും കൊടുക്കും. താൻ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തിറങ്ങിയാലോ അനേകരെ ദൈവനാമത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു. നമുക്കറിയാം, പൗലോസ് റോമയിലേക്ക് യാത്ര പോകുമ്പോൾ ആ കപ്പൽ അദ്രിയാക്കടലിൽ ആടി ഉലഞ്ഞ് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആലോചന താൻ കേട്ടിട്ട് അവരെ ഉറപ്പിച്ച് അതിൽ നിന്നവർ രക്ഷപ്പെടുന്നുണ്ട്. അവർ രക്ഷപ്പെട്ട് കയറുന്നത് മെലീത്ത ദ്വീപിലാണ്. മെലീത്ത ദ്വീപിൽ പൗലോസ് ചെല്ലുമ്പോഴും അവിടെയുള്ള ചില ആളുകൾക്ക് പ്രയോജനമുള്ളവനായി പൗലോസ് മാറുക. അപ്പോൾ ഒരു ഭക്തൻ്റെ സാഹചര്യമല്ല അവൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയും പ്രൈസ് ദി ലോർഡ് ശ്രേഷ്ഠതയും ഒന്ന് നിശ്ചയിക്കുന്നത്. അവൻ്റെ സാഹചര്യം നോക്കിയാൽ ഒരിക്കലും ഉയർച്ചയ്ക്ക് യാതൊരു സാധ്യതയുമില്ല. കാരാഗൃഹത്തിനകത്ത് എന്ത് സാധ്യതയാണ് ഉള്ളത്? മെലീത്ത ദ്വീപിൽ എന്ത് സാധ്യതയാണ് ഉള്ളത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരു ഭക്തൻ എവിടെയായിരുന്നാലും അവൻ പ്രയോജനമുള്ളവനായിരിക്കുമെന്ന് പൗലോസിൻ്റെ ജീവിതം വെച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്ന്, പൗലോസ് തൻ്റെ യജമാനന് പ്രയോജനമുള്ളവനായിരുന്നു എന്നത് നാം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. തൻ്റെ യജമാൻ എപ്പോഴും പ്രയോജനമുള്ളവനായി. പൗലോസിനെ കുറിച്ച് പൗലോസിൻ്റെ മാനസാന്തര സമയത്ത് അനന്യാസും കർത്താവും തമ്മിൽ സംസാരിക്കുന്ന ഒരു സംഭാഷണം അപ്പോസ്തലപ്രവൃത്തി 9 നമ്മൾ കാണുന്നുണ്ട്. അവിടെ കർത്താവ് അനന്യാസിനോട് പറയുന്നൊരു വാക്കുണ്ട്. കർത്താവിനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കളും മുമ്പിൽ വഹിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു.
അപ്പോൾ നോക്കണം, ദൈവം യജമാനന് പ്രയോജനമുള്ള ഒരു പാത്രമായി അവനെ തിരഞ്ഞെടുക്കുന്നു എന്ന് കർത്താവ് അനന്യാസിനോട് പറഞ്ഞാണ് പൗലോസിനെ വിടുന്നത്. ഒന്ന്, ദൈവമക്കളെ, പൗലോസ് യജമാനന് പ്രയോജനമുള്ള ഒരു പാത്രമായിരുന്നു. ഏത് സാഹചര്യത്തിൽ പൗലോസ് ഇറങ്ങിച്ചെന്നോ അവിടെയെല്ലാം പൗലോസ് യജമാനന് പ്രയോജനപ്പെടുന്ന അനേക കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നാം പലപ്പോഴും സാഹചര്യങ്ങളെ കണ്ടിട്ട് ഇനിയും വേണ്ട എന്ന് പറയുന്ന ആൾക്കാർ. പക്ഷേ പൗലോസ് ഒരിക്കലും സാഹചര്യങ്ങളെ കണ്ടിട്ട് വേണ്ട എന്ന് പറയുകയല്ല. അവിടെയും ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ചില കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുവാനിടയായി തീർന്നു. ഇവിടെ ഞാൻ മടങ്ങി വരികയും രണ്ടാമത്തെ ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നത് ഇങ്ങനെയാണ്. സ്തോത്രം, ദൈവവചനം ഒരു മനുഷ്യനെ മാറ്റുന്നത് നമുക്ക് ഒനോസിമോസിലൂടെ കാണുവാനിടയായി തീർന്നു. ഒനോസിമോസ് എന്ന പേരിൻ്റെ അർത്ഥം തന്നെ പ്രയോജനമുള്ളവനെന്ന്. പ്രൈസ് ലോർഡ്. അവൻ്റെ അപ്പനും അമ്മയും അവന് പേരിട്ടപ്പോൾ, സ്തോത്രം, പ്രയോജനമുള്ളവൻ എന്ന അർത്ഥത്തിലാണ് ഒനോസിമോസ് എന്ന പേരിട്ടത്. പക്ഷേ അവൻ യജമാനന് പ്രയോജനമുള്ളവനായിരുന്നില്ല. പക്ഷെ നോക്കണം, ദൈവവചനം അവനിൽ ക്രിയ ചെയ്തപ്പോൾ അവൻ്റെ പേര് പോലെ തന്നെ അവൻ പ്രയോജനമുള്ളവനായി മാറുകയും. ഹല്ലേലൂയ. അപ്പം ദൈവവചനം ഒരു മനുഷ്യനെ പ്രയോജനമുള്ളവനാക്കി തീർക്കുന്നു എന്ന ദൈവവചനത്തിൻ്റെ സാധ്യതയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് എനിക്ക് ഇങ്ങോട്ട് പറയുവാനായിട്ടുണ്ട്. അപ്പോൾ ദൈവവചനത്തിന് കാരാഗ്രഹമെന്നോ പ്രൈസ് ലോർഡ് അങ്ങനെ ഒരു സ്ഥലമില്ല. സ്തോത്രം. പകരം ദൈവവചനത്തിന് എപ്പോഴും പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഈ സ്തോത്രം ഫിലോമോൻ്റെ ലേഖനത്തിലൂടെ അല്ലെങ്കിൽ ഒനോസിമോസിൻ്റെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. 2 തീമോഥെയോസ് 2:20-21 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സമ്മാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയുമുണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പുള്ളവൻ വിശുദ്ധവും ഉടമസ്ഥനും ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. അപ്പോൾ നോക്കണം, ഒരു വീട്ടിൽ ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ട്. പക്ഷെ യജമാനു പ്രയോജനപ്പെടുത്തുന്ന, യജമാനു ഗുണകരമായ ചില പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. തിമോഥെയോസിനോട് പൗലോസ് പറയുകയാണ്, സ്തോത്രം, നീ യജമാനന് പ്രയോജനമുള്ള നല്ല പാത്രമായിരിക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം ശ്രമിക്കുക എന്ന്. ദൈവജനത്തിന് അനേക ആളുകളെ നമുക്ക് കാണുവാനായിട്ടിടയായിത്തീരും. യജമാനന് പ്രയോജനമുള്ളവരുണ്ട്, യജമാനന് പ്രയോജനമില്ലാത്തവരുണ്ട്. സ്തോത്രം. ഒനോസിമോസിനെ കുറിച്ച് പൗലോസ് പറയുകയാണ്, ഇന്നലെ നിനക്ക് ഹല്ലേലൂയ ഫിലോമോനെ, നിനക്ക് ഇവൻ പ്രയോജനമില്ലാത്തവനായിരുന്നു. അവൻ്റെ പേര് പോലെ തന്നെ ഹല്ലേലൂയ സ്തോത്രം, അവൻ ഉപയോഗമുള്ളവനാകേണ്ടതായിരുന്നു, പക്ഷേ ഉപയോഗമില്ലാത്തവനായി. എന്നാൽ ദൈവവചനം അവനെ മാറ്റിയപ്പോൾ ഇനി മുതൽ അവൻ പ്രയോജനമുള്ളവനായി നിനക്ക് നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ അവൻ എനിക്കും നിനക്കും പ്രയോജനമുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നാം യജമാനന് പ്രയോജനമുള്ളവരാണോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവജനത്തിൽ ഒരു ഉപമ ഇങ്ങനെ കാണുന്നുണ്ട്. ഒരു മനുഷ്യൻ ദൂരദേശത്തേക്ക് പോകുന്നു. ഒരു മനുഷ്യന് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്ത് 3ആയിട്ട് വിഭാഗിച്ചു കൊടുക്കുന്നു. 5, 2, 1 എന്ന ആ അനുപാതത്തിൽ വിഭാഗിച്ചു കൊടുക്കുന്നു. മടങ്ങി വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, 5കാരൻ 5 കൂടെ നേടുന്നു, 2കാരൻ 2 കൂടെ നേടുന്നു, 1കാരൻ ഒന്നും നേടുന്നില്ല. ആ നേടാത്ത ആ മനുഷ്യനെക്കുറിച്ച് അവിടെ വചനം എഴുതിയിരിക്കുന്നത് അവൻ അപ്രയോജനദാസനെന്ന്. അവൻ യജമാനന് പ്രയോജനമില്ലാത്തവനായിപ്പോയെന്ന്. ദൈവമക്കളെ, നാം പ്രയോജനമുള്ളവരായി നിൽക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ സാഹചര്യങ്ങൾ നോക്കിയാൽ ഒരു പക്ഷേങ്കിൽ പ്രയോജനപ്പെടാനൊന്നും പറ്റൂല. പൗലോസിനെ നോക്കണം, കാരാഗ്രഹത്തിലായിരിക്കുന്നു, ചിലപ്പോൾ ഉപദ്രവിക്കപ്പെടുന്നു, ചില സ്ഥലത്തുനിന്ന് ഓടിപ്പോകേണ്ടി വരുന്നു. പ്രൈസ് ദി ലോർഡ്. ചിലയിടത്ത് ഒരാഴ്ച നിൽക്കേണ്ടി വരുന്നുള്ളൂ. പക്ഷേ എവിടെയൊക്കെ പൗലോസ് കാൽ വച്ചിട്ടുണ്ടോ അവിടെ ഒക്കെ പ്രയോജനപ്പെട്ടു. ഒരു കാരാഗ്രഹത്തിലേക്ക് പൗലോസ് ഇറങ്ങിച്ചെല്ലുമ്പോഴും അവൻ പ്രയോജനപ്പെടുകയാണ് അവിടെ. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഞാൻ ഈ വചനം ഇവിടെ നിർത്തുമ്പോൾ ഇങ്ങനെ പറയട്ടെ, നാം പ്രയോജനമുള്ള ദാസന്മാരായി നമുക്ക് തീരാം. നമ്മളെ വിളിച്ചത് അങ്ങനെയാണല്ലോ. സ്തോത്രം. ഒനോസിമോസ് എന്ന പേരിൻ്റെ അർത്ഥം യൂസ്ഫുൾ എന്ന്, പ്രയോജനമുള്ളവനെന്ന്. എന്നാൽ അവൻ്റെ ഉള്ളിലേക്ക് ദൈവവചനം വന്നപ്പോഴാണ് അവൻ്റെ പേരിന് തുല്യമായ നിലവാരത്തിലേക്ക് അവൻ വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൂരദേശത്തേക്ക് പോയ യജമാനൻ പ്രൈസ് ദി ലോർഡ് മടങ്ങി വരുന്നൊരു ദിവസമുണ്ട്. നമ്മെ ഏൽപ്പിച്ച താലന്തുകൾ ചോദിക്കുന്നൊരു ദിവസമുണ്ട്. നമുക്ക് പ്രയോജനപ്പെടാം. കർത്താവിൻ്റെ നാമ മഹിമയ്ക്ക് വേണ്ടി നിൽക്കാം.
അതിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന്, പ്രയോജനമുള്ള ദാസനെ എന്ന പേർ കേൾക്കുവാൻ നമുക്കിടയായി തീരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. യജമാനു പ്രയോജനമുള്ള, യജമാനു ഗുണമുള്ള, മാനപാത്രമായി, ബഹുമാനിക്കപ്പെട്ട വ്യക്തിയായി, യജമാനാൽ ആദരിക്കപ്പെട്ട വ്യക്തിയായി നാം കാണപ്പെടട്ടെ. അതിനായി ഈ വചനങ്ങൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, പൗലോസിൻ്റെ സാഹചര്യങ്ങളൊന്നും പ്രയോജനപ്പെടാതെ പോയില്ല. അവൻ കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും അവൻ യജമാനു പ്രയോജനമുള്ളൊരു വ്യക്തിയായി തീർന്നു. കർത്താവേ, ഒനോസിമോസിനെ ആ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ പൗലോസ് എന്നൊരു മനുഷ്യൻ കാരാഗ്രഹത്തിലേക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നല്ലോ. നാഥ, ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ചിലർ കാരാഗ്രഹ അനുഭവത്തിലേക്ക് ഇറങ്ങുന്നുവെങ്കിൽ ചിലരെ പുറത്തു കൊണ്ടുവരുവാനാണ് എന്നൊരു ബോധ്യം അവർക്ക് കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ലപ്പ, ഏത് സാഹചര്യത്തിലും പ്രയോജനമുള്ളവരായി ഞങ്ങൾ നിൽക്കുവാൻ ദൈവമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊന്നുകൂടെ അടിയും ചേർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനത്തിൻ്റെ ശക്തി ഒനോസിമോസ് എന്ന ഹല്ലേലൂയ ഒരു കള്ളനായ മനുഷ്യനെ സത്യസന്ധനും നീതിയുള്ളവനും ദൈവത്തിന് പ്രയോജനമുള്ളവനുമാക്കി തീർക്കുവാൻ കഴിഞ്ഞു എന്നത് ഇന്ന് പകൽക്കാലം ഞങ്ങൾ കേട്ടല്ലോ. കർത്താവ്, വചനത്തിൻ്റെ ആ വിടുതൽ, ആ ശക്തി ഇന്ന് പകൽക്കാലം ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിനായി ജീവിക്കാൻ ഞങ്ങളെയൊക്കെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ വചനം ഉപയോഗിക്കുവാൻ, ആ വചനത്തിൻ്റെ വിടുതലുകളെ കാണുവാൻ ഈ വചനം കേൾക്കുന്ന ചിലർക്ക് കർത്താവ് സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രയോജനമുള്ള ദാസന്മാരായി നിൽക്കുവാൻ ഞങ്ങളെ ഒരുക്കണം. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹീതമായൊരു ദിനം ദൈവദിനം തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.